ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഹലുവ ഉണ്ടാക്കാവേ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ബാക്കി കൊണ്ട് ഹലുവ ഉണ്ടാക്കുമെന്നേ. അതിന് ബീട്രൂട്ട് കൂടാതെ നമുക്ക് ശർക്കരയും തേങ്ങയും കൂടെ വേണേ. ഒരു പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഈ ബീട്രൂട്ട് മാത്രം ആദ്യമേ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ചുമ്മാ ഇച്ചിരി പച്ചവെള്ളത്തോടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുള്ളേ. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളം. കാരണം നമുക്ക് ഈ ഹലുവയ്ക്കകത്ത് വെള്ളത്തിൻ്റെ അംശം ആവശ്യമില്ലേ. പിന്നെ അതിൻ്റെ അകത്തോട്ട് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ തേങ്ങയുടെ അതിൻ്റെ അകത്തുള്ള ജലാംശവും ഈ ബീട്രൂട്ടിൻ്റെ ജലാംശവും നല്ലപോലെ വറ്റിച്ചെടുക്കണേ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഏലക്ക, ഒരു 2-3 തരി മതി കേട്ടോ, പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചതിൻ്റെ അകത്തോട്ട് ഇട്ടു ഞാൻ. ഇപ്പോൾ അത് ബീട്രൂട്ടിൻ്റെയും തേങ്ങയുടെയൊക്കെ അളവ് അനുസരിച്ച് വേണം ഏലക്ക ഇടാൻ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആ ജലാംശം നല്ലപോലെ കണ്ടോ, ഇപ്പം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. വറ്റി കഴിയുമ്പോഴത്തേനും ചെറു തീയിൽ വെക്കണം കേട്ടോ ഇതെല്ലാവേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇച്ചിരി കൂടുതലിടുന്ന കേട്ടോ നല്ല, എന്തെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തിക്കായിട്ട് കിട്ടത്തുള്ളേ. എന്നിട്ട് ഈ ശർക്കര ഉരുകി വരുമ്പോഴത്തേനും കണ്ടോ കുറേ അത് ഉരുകിയത് മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കണേ. ഇനി അത് ആവശ്യത്തിന് നല്ലപോലെ വെള്ളം പോലെ ആയിട്ടുണ്ടല്ലോ. ആ സമയം കൊണ്ട് അത് അവിടെ സെറ്റ് ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ നേരം കൊണ്ട് നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തടവി വെച്ചേക്കണേ. നമ്മൾ ഈ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് നെയ്യ് ചേർക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഒരുപാട് നെയ്യുടെ ടേസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ കൂടെയും കുറച്ച് നെയ്യ് ചേർത്താൽ മതിയേ. ആ വെള്ളത്തിന് പകരം നെയ്യ് ഒഴിച്ചാലും മതി. പക്ഷേ ഇതാ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേർ കൂടുതൽ കഴിക്കുന്ന ഇതാണേ. പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി ഈ ഒരു നൂല് പരുവം വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു 2-3 മിനിറ്റും കൂടെ നമ്മളിത് കുക്ക് ചെയ്യണേ. എന്ന് പറഞ്ഞാൽ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളത് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും അതിങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളേ. ഇനി എനിക്ക് ചെറിയ പ്ലേറ്റ് ഇല്ലായിരുന്നു കേട്ടോ ഇതിങ്ങനെ സെറ്റാക്കി വയ്ക്കുക. അതുകൊണ്ട് ഞാൻ ഈ വലുതിലൊരു സൈഡിൽ കൊള്ളുന്നുണ്ട്, കുറച്ചാണല്ലോ ഉള്ളോ, സൈഡിൽ കൊള്ളുന്ന പോലെ സെറ്റാക്കി വെച്ചേ. അതങ്ങ് ചേർത്തങ്ങ് വെച്ച് അങ്ങ് പിന്നെ ഒതുക്കി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ, ആ തവിയും കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ആ ചൂടെ തന്നെ ഇതിങ്ങനെ പാടിട്ട് കൊടുക്കണം കത്തിയും കൊണ്ട്. ഇല്ലെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒറ്റ കട്ടയായിട്ടിരിക്കും, ശർക്കരക്കട്ട പോലെ ഇരിക്കുവേ. പക്ഷേ അത് കഴിയുമ്പം ഇത് ഏകദേശം നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആ ഓരോ കട്ടയായിട്ട് ഓരോ സ്ക്വയറായിട്ട് നമുക്ക് ഇതിനെ പൊക്കി എടുക്കാം കേട്ടോ. അപ്പുമൊക്കെ വന്നപ്പോഴത്തേനും ഞാനത് എടുത്തുകൊണ്ട് കൊടുത്തത് ചൂടൊന്നും ശരിക്കും മാറിയൊന്നുമില്ലേ. അന്നേരം അല്ലെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് പൊളിഞ്ഞു പോരും കേട്ടോ. ഇതിപ്പോൾ ചെറു ചൂടുണ്ട് ഇതിന്. നല്ലപോലെ ചൂടൊക്കെ ആറി 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലില്ലാണ്ടൊക്കെ വെക്കാതെയൊക്കെ ഇരുന്നോളും കൊണ്ട്. അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ആ ശർക്കര തണുക്കുമ്പോൾ അത് സെറ്റ് ആയിക്കോളെ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 പേർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ വന്നിട്ട് യൂണിഫോം ഒന്നും ഊരിയില്ല. അതിനിപ്പുറം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. നന്ദു പക്ഷേ യൂണിഫോം ഊരാൻ പോയപ്പോഴത്തേനും അപ്പു വന്നായിരുന്നേ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കഴിക്കാൻ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നെയ്യുടെ അംശം ഒരുപാടാകുമ്പം പിള്ളേർക്ക് ഒരുപാട് കഴിക്കത്തില്ല, മടുക്കുവാന്നാണ് പറയുന്നത്. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇങ്ങനെ ഉരച്ചെടുക്കണമെന്നില്ല, മിക്സിയിൽ അരച്ചെടുത്താലും മതി കേട്ടോ. ബീട്രൂട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ.